ഇപ്പോ മതപുരോഹിതന്മാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. നമ്മളിനിയിപ്പോ ഖുറാനും ഹദീസും ഒന്നും പഠിപ്പിച്ചിട്ടേ വല്ലാതെ ഇവിടെ ഇനിയിപ്പോ നിലനിന്ന് പോകാൻ പറ്റില്ല. കാരണം അതൊക്കെ ജനങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് അവരൊക്കെ പുതിയ ഉഡായിപ്പുകളുമായിട്ടാണ് ഇപ്പൊ വരുന്നത്. നിരീശ്വരവാദം വർദ്ധിക്കുന്നത് കണ്ടോ? നിരീശ്വരവാദികൾ വർദ്ധിക്കുന്നത് കണ്ടോ? നിങ്ങളുടെ ഈ പുസ്തകവും വച്ചിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സമൂഹത്തിൽ ബുദ്ധിയുള്ളവരുണ്ട്, അതുകൊണ്ട് അവര് ചോദ്യം ചെയ്യും. പൃഥ്വിരാജ് സന്ധു തീർച്ചയായിട്ടും നമുക്ക് നേരിൽ കാണാം, ഉറപ്പായിട്ടും. സന്തോഷം. അതായത് ഇപ്പോ ഇവര് ഖുർആനും വിട്ടു, ഹദീസും വിട്ടു, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും വിട്ടു, സ്വർഗവും വിട്ടു, നരകവും വിട്ടു, പരലോകവും വിട്ടു. ഇപ്പൊ ഇവരെന്താ പറഞ്ഞുകൊണ്ട് വരുന്നതെന്നറിയാമോ? നിരീശ്വരവാദികൾ വർദ്ധിക്കുന്നത് കണ്ടോ? വരൂ നമുക്കിനിയും സോവിയറ്റ് റഷ്യയിലേക്ക് പോകാം, വരൂ ഇനി നമുക്ക് ഡെൻമാർക്കിലേക്ക് പോകാം, സ്കാൻഡിനേവിയൻ കൺട്രീസിലേക്ക് പോകാം. അല്ല ഉസ്താദേ, നമുക്ക് സൗദിയിലേക്ക് ഒന്ന് എത്തി നോക്കിയാലോ? വേണ്ട വേണ്ട. സൗദി രാജാവാകട്ടെ അതല്ലെങ്കിൽ യുവരാജാവാകട്ടെ മതത്തിൽ നിന്നും പുറത്തു പോയ വ്യക്തിയാണ്, നമുക്ക് അയാളെ വേണ്ട. സിനിമാ തിയേറ്ററുകൾ അനുവദിച്ച്, സിനിമാ സ്റ്റുഡിയോകൾ അനുവദിച്ച്, പാട്ടും ആട്ടവും ഡാൻസും അനുവദിച്ച്, മുസ്ലിം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പർദ്ദ വലിച്ചെറിഞ്ഞ്, വിദ്യാഭ്യാസവും ഔദ്യോഗിക തലങ്ങളിൽ വിരാജിക്കാനുള്ള പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യവും ഒക്കെ കൂട്ടിക്കൊടുത്ത മതത്തിൽ നിന്നും പുറത്തു പോയ ആ രാജാവിനെ നമുക്ക് വേണ്ട. എന്നാൽ നമുക്കൊന്ന് വിമർശിച്ചാലും വേണ്ട, നമുക്ക് സക്കാത്ത് ഫണ്ടിന് വേണ്ടിയിട്ട് പോകാനുള്ളതാണ്, അതൊക്കെ നമ്മുടെ മനസ്സിലിരുന്നാൽ മതിയെന്ന്. ശരിയെന്ന് ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായി, ഉസ്താദുമാർക്കും ബോധ്യപ്പെട്ടു. നമ്മൾ മറ്റുള്ളവരെ വിമർശിച്ചപ്പോൾ അവര് നമ്മുടേത് പഠിച്ച് നമുക്കിട്ട് പണിയാൻ തുടങ്ങിയതാണെന്ന്. അതുകൊണ്ട് ഇനി തൽക്കാലം ഇവരൊക്കെ ഒന്ന് റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. വാഹനമുണ്ട്, ബിസിനസ് ഉണ്ട്, കച്ചവടമുണ്ട്, ബൈക്കുണ്ട്, എല്ലാമുണ്ട്. അതൊന്നും വേണ്ട. ഒന്നും അറിയാതെ, ഒരു ഫോൺ പോലും കയ്യിൽ വെക്കാതെ, ഒന്നും നോക്കാതെ ആടുകളുടെ കയറ് പിടിച്ച് മനുഷ്യൻ നടക്കുന്ന കാലം വരും. അവന്റെ ദീന് നഷ്ടപ്പെടും. ആ ദീന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആടുകളുടെ കയറ് പിടിച്ച് മലമുകളിലേക്ക് മനുഷ്യൻ കയറിപ്പോകുന്നൊരു കാലം വരും. നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ദീൻ നഷ്ടപ്പെടുകയാണ്, ഈമാൻ നഷ്ടപ്പെടും. മനുഷ്യർ പറയുന്ന വാക്കുകൾ ഒരു സങ്കോചവും ഒരു പേടിയും ഒരു ചിന്തയും പോലും ഇല്ലാതെ, ഭവിഷ്യത്ത് പോലും ആലോചിക്കാതെ നിരീശ്വരവാദം, ഹബീബിനെ കുറിച്ച് മോശമായിട്ട്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് പടച്ചതമ്പുരാൻ ഇല്ലെന്ന് പറയുകയും, അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതമില്ലെന്ന് അബൂജഹലോ ഉത്ബയോ ഷൈബയോ അബൂലഹബോ അല്ല ഈ പറയുന്നത്. നമ്മുടെ ചില കരച്ചിലുകൾ കേൾക്കാൻ വല്ലാത്തൊരു സുഖമാണ്. ചിലരുടെ കരച്ചിൽ കേൾക്കുമ്പോഴേ വല്ലാത്ത ഒരു സന്തോഷം തോന്നും. ആഹാ, ആരുടെയും കരച്ചിലുകൾ സന്തോഷിക്കാൻ പാടില്ലെന്നറിയാം, എന്നാലും നമ്മൾ ചിന്തിച്ചു പോകുന്നതാ. മതത്തിൽ നിന്നും പുറത്തു പോകുമെന്ന ഭയം കാരണം ആടിന്റെ കയറ് പിടിച്ചു മലമുകളിലേക്ക് പോകുന്ന ഒരു ജനത പ്രത്യക്ഷപ്പെടും. എന്റെ സമുദായത്തിനൊരു കാലം വരാനുണ്ട്. ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് പ്രവാചകന്റെ സമുദായം ആടിന്റെ കയറ് പിടിച്ച് മലമുകളിലേക്ക് പോകുന്നു. നബി തന്നെ കാണിച്ചെന്നല്ല ആടിന്റെ കയറ് പിടിച്ച് മലമുകളിലേക്ക് പോകാൻ മൂരികളെ. നബി തന്നെ കാണിച്ചെന്നല്ലേ, ഇനിയിപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? അല്ല. ചിലര് നമ്മളോട് സംസാരിക്കുമ്പോഴേക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എനിക്ക് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ അവിടുത്തെ ഒരു പോലീസ് മുസ്ലിമാണ്, വേറൊരു പോലീസ് മുസ്ലിമാണ്, മുസ്ലിം ഒരു വനിതയാണ്, മറ്റേതൊരു ആണാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇക്കായുണ്ട് 4 പേര്. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് എന്നോട് അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്നതിനൊക്കെ ഞാൻ കൃത്യമായി കേൾക്കാറുണ്ട്, എനിക്ക് മറുപടിയില്ല. ഞാൻ പല ഉസ്താദന്മാരോടും ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല. നിങ്ങൾ പറയുന്ന നല്ലൊരു ശതമാനം കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ യോജിക്കാത്ത കാര്യങ്ങളേതാ, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ട, എനിക്ക് പേടിയ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നു. ചില ആളുകൾ അങ്ങനെയാണ്, ഈമാൻ പുറത്തു പോകും. ഇനി ഇവരോട് സംസാരിച്ചാൽ നമ്മൾ മതത്തിൽ നിന്ന് പുറത്തു പോകും, അതുകൊണ്ട് വേണ്ട. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും സംസാരിച്ചു വെച്ചിരിക്കുകയാണ്, എന്നോട് കുട്ടികളാരും സംസാരിക്കരുത്. കാരണം പിള്ളേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന നമ്മൾ പറയുമ്പോൾ അപ്പൊ പിള്ളേർ മതത്തിൽ നിന്ന് പുറത്തു പോകത്തില്ലേ. അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ പാടില്ല. എൻ്റെ സിസ്റ്റേഴ്സിന്റെ മക്കൾ, എൻ്റെ ബ്രദേഴ്സിന്റെ മക്കളൊക്കെ പേടിയില്ലാത്തവര് അവര് ചെറുതായിട്ട് എന്നോട് ഒന്നിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാനും മതത്തെ കുറിച്ചൊന്നും പറയില്ല. അവരതിനകത്ത് നിൽക്കുന്നതാണ് അവരുടെ സന്തോഷമെങ്കിൽ നിന്നോട്ടെ.
ആരും ആരെയും നിർബന്ധിച്ച് മതത്തിൽ നിന്നും പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നില്ല. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിരീശ്വരവാദത്തിലേക്ക് ആളെ കൂട്ടേണ്ട കാര്യവുമില്ല. ഇവിടെ വിശ്വാസത്തിൽ നിന്നും പുറത്തു പോകുമെന്ന ഭയം കാരണം ആടുകളുമായിട്ട് മുകളിലേക്ക് പോകുവാണത്രേ. ഒരു സങ്കോചവും ഒരു പേടിയും ഒരു ചിന്തയും പോലും ഇല്ലാതെ, ഭവിഷ്യത്ത് പോലും ആലോചിക്കാതെ എന്ത് ഭവിഷ്യത്ത് ആലോചിക്കാൻ? ആ പടച്ചവൻ കള്ളനെ പോലെ ഏഴാൻ ആകാശത്തു മറഞ്ഞിരിക്കേണ്ടുന്ന ഒരു പടച്ചവനല്ലല്ലോ. ആ പടച്ചോനാണ് ഈ ലോകം സൃഷ്ടിച്ചതെങ്കിൽ ഇറങ്ങി വരണം. ആ പടച്ചോൻ ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ പേരിൽ മനുഷ്യന്മാര് തമ്മി തല്ലിച്ചാകുന്നത് കാണുന്നില്ലേ? അങ്ങനെ പടച്ചോനെ ഇറങ്ങി വരണ്ടേ? പടച്ചോൻ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പടച്ചോന് പേടിയാണോ? ആ പടച്ചോന് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വരുന്ന തലമുറയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അവർ പറയും പടച്ചോനൊക്കെ ഉണ്ടോ? ഇന്ന് ജസ്ന സലീം മതം വിട്ടതുപോലെ ഒരുപാട് ആളുകൾ മതം ഉപേക്ഷിക്കും. ഹബീബിനെ കുറിച്ച് മോശമായിട്ട്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച്, പടച്ചോനെ കുറിച്ചോ പടച്ചോന്റെ റസൂലിനെ കുറിച്ചോ മോശമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, എന്തെങ്കിലും നല്ലതുണ്ടോ? കുറെ കാലമായിട്ട് ഒരു 8-10 ലക്ഷം രൂപയുമായിട്ട് ക്രിസ്ത്യാനികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. നബി മാനവരിൽ മഹോന്നതനാണ് എന്ന് കാണിക്കുന്ന, പിൻപറ്റാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു 5 മാതൃക എന്ന് പറയാൻ പറഞ്ഞു. ഇതുവരെ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. ഒരു മാതൃകയ്ക്ക് 2 ലക്ഷം രൂപ കിട്ടും. ഇനിയെങ്കിലും അത് പറ. പടച്ചുതമ്പുരാൻ ഇല്ലെന്ന് പറയുകയും, അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതമില്ലെന്ന് അബൂജഹലോ ഉത്ബയോ ഷൈബയോ അബൂലഹബോ അല്ല ഈ പറയുന്നത്. നമ്മുടെ നാട്ടുകാരായ ചെറുപ്പക്കാർ ഏതെങ്കിലും കോളേജുകളിൽ പഠിക്കാൻ ചെന്നതാണ്. അവരുടെ പ്രൊഫസർമാർ യുക്തിവാദികളായിരിക്കാം. അത് കേട്ടിട്ട് നമ്മുടെ മക്കൾ പറയാൻ, കണ്ടില്ലേ മതമില്ലാത്ത ഇന്ന രാജ്യത്ത് നല്ല സന്തോഷമുണ്ട്. ലോക വിമർശനങ്ങളെ എന്തിനാണ് നിങ്ങൾ ഇത്ര കണ്ട് ഭയപ്പെടുന്നത്? അതുകൊണ്ടല്ലേ വിമർശനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഹാപ്പിയസ്റ്റ് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. യുക്തിവാദികൾ പറയാന്നുണ്ട്. ഏത് രാജ്യത്തിന്റെ പേര് പറഞ്ഞു, ഫിൻലാൻഡ് ആണെന്ന് തോന്നുന്നു. ഏറ്റവും ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു മതവിശ്വാസികളും ഇല്ലാത്ത ഒരു നാട് ഫിൻലാൻഡ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഏതൊരു കണക്ക് പറഞ്ഞ ആരോ ഉണ്ടാക്കിയ സർവേയിൽ. ഇന്ന് ചൈനയിൽ മതം പറഞ്ഞിട്ട് ചെന്ന് നോക്കിയേ, മാനസിക രോഗമാ. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങൾ ആ നാട്ടിലാണ്. അത്രേ ഡെൻമാർക്കാണെന്നാ പറഞ്ഞ. ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഡെൻമാർക്കൊക്കെ അടുത്ത്. അപ്പൊ ഡെൻമാർക്കാണ് അത്രേ. കാരണം യുക്തിവാദി ഉണ്ടാക്കിയ വീഡിയോ ആണ്. കാരണം പറഞ്ഞത് അവിടുത്തെ അവിടെ ക്രിമിനലുകളില്ല, അവിടെ കൊലപാതകങ്ങളില്ല, തട്ടിക്കൊണ്ടുപോകലില്ല, അവിടുത്തെ ബീച്ചുകൾ സുരക്ഷിതമാണ്, പാർക്കുകൾ സുരക്ഷിതമാണ്, റോഡുകൾ സുരക്ഷിതമാണ്. പ്രത്യേകത തന്നെ അവർക്കൊന്നും മതമില്ല. അതിൻ്റെ പേരിൽ നല്ലതാണ്. അപ്പോൾ ആളെനിക്ക് വിട്ടു തന്നത് ഇതിന് എന്താ മറുപടി പറയാന്ന് പറഞ്ഞിട്ടാ. ആളെ മകനോ ആരോ വിട്ടുകൊടുത്തതെന്ന് പറഞ്ഞു. എൻ്റെ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ മറുപടി വിശദമായിട്ട് പറയാനും എനിക്ക് സമയം കിട്ടിയില്ല. ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ എന്താ സംഗതി എന്നറിയോ? എക്സാം നടക്കുന്നുണ്ട്, സങ്കല്പിക്കുക. കുട്ടികളോടും മക്കളോട് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ? മക്കളെ പുസ്തകം എടുത്ത് പഠിക്കുക, ഭയങ്കര ഉറപ്പായിരിക്കും. നിങ്ങൾ പറഞ്ഞു മക്കളെ നിങ്ങൾ റിലാക്സ് ആയിട്ട് നടന്നോളിട്ടോ, ഒന്നും പഠിക്കണ്ട, തുറന്നു നോക്കണ്ട, വേണ്ട, നിങ്ങൾ പഠിക്കും, ഒരുങ്ങൊന്നും വേണ്ട, അങ്ങനെ നടന്നോളൂ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞാൽ, പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാൽ ഈ വീട്ടിലാണ് കേട്ടോ ഇപ്പം നല്ല സന്തോഷമുള്ള, ഈ നാട്ടിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടികളുള്ളത് ഈ പുരയിലാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അതാണ് ഇപ്പോൾ ഡെൻമാർക്കിന്റെ കഥ. വ്യഭിചാരം കുഴപ്പമില്ല, പിന്നെ എന്തിനു തട്ടിക്കൊണ്ടോണ്? വ്യഭിചാരം ഇസ്ലാമിലല്ലേ അനുവദനീയമായിട്ടുള്ളത്? ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കണോ? ചെറുതു മുതൽ വലുതു വരെ, 6 മുതൽ 60 വരെ ബലാത്സംഗം അനുവദനീയമായ ഒരു മതം. വലം കൈ ഉടമപ്പെടുത്തിയ മാമലക്കത്ത് ഹൈമാനുക്കും പ്രവാചകൻ തന്നെ മരുമകൻ അടക്കമുള്ള അലിക്കും ഉമറിനും അബൂബക്കറിനും ഉസ്മാനും ഒക്കെ സമ്മാനമായി കൊടുത്തിരുന്നത് ചെറിയ പെൺകുട്ടികളെയായിരുന്നു. എന്തിനാ? സെക്സ് ടോയ്സ് ആയിട്ട്. അപ്പോൾ വ്യഭിചാരവും ബലാത്സംഗവും ഏറ്റവും നല്ലത് എളുപ്പവും നമ്മുടെ മതത്തിലാണ്. ബീച്ചിൽ തന്നെ പരിപാടി, ഇഷ്ടംപോലെ കള്ളും. നാളെ മരിച്ചു ചെന്നാൽ ഒരു ജീവിതമുണ്ടെന്ന്. ചത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കള്ള് ഹറാമാണ്, ഇവിടെ കുടിക്കുന്ന കള്ളാണ്. അല്ല, ചത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കള്ള് ഹലാല്, ഇവിടെ കിട്ടുന്ന കള്ള് ഹറാമ് അല്ലേ? അങ്ങനെയാണെങ്കിൽ താത്താമാരും കാക്കമാരും ഒക്കെ കള്ളു കുടിക്കാൻ തുടങ്ങിയത് നിങ്ങൾ കണ്ടില്ല? എനിക്ക് ഒരു ഹാജിയാരുടെ കള്ളുകൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു, നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ടോന്നേ. ഹാജിമാര് എല്ലാം ഹാജിമാര് തൊപ്പിയും തലപ്പാവും ഒക്കെ ധരിച്ചിട്ടിരുന്ന് അടിപൊളിയായിട്ട് ഇതുപോലൊരു സാധനം ഇനിയും കാണാനില്ല ഭൂലോകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അട്ടാറ് കള്ളുകൂടി നോക്കിക്കോ.
ഇതുപോലൊരു സാധനമുണ്ടോ ഇനി നീ ഭൂലോകത്ത്? ഉണ്ടാകാനൊരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളെയാടി നടക്കും. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളെയാടി നടക്കും. അഭിമാനം നോക്കിയിടാതെ, അഭിമാനം നോക്കിയിടാതെ, ആപത്തിനു കൂടെ കാണും. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. മതമില്ല, ജാതിയുമില്ല, സമ്പത്തിൽ തൂക്കവുമില്ല. മതമില്ല, ജാതിയുമില്ല, സമ്പത്തിൻ തൂക്കവുമില്ല. അച്ചാരം കെട്ടാറില്ല, അച്ചാരം കെട്ടാറില്ല. ഇതിനപ്പുറമൊരുമയുമില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. എല്ലാം ഹാജിമാരാണ്, കണ്ടില്ലേ? അപ്പൊ അവർക്കും മനസ്സിലായി അവിടെ കിട്ടുന്ന കള്ള് എന്നാ പിന്നെ ഇവിടെ ഇപ്പൊ ശകലം കുടിച്ചാൽ എന്താ കുഴപ്പം? ഇനിയും വ്യഭിചാരശാലകൾ തുറക്കും, ഹലാൽ വ്യഭിചാരശാലകൾ തുറക്കും. നോക്കിക്കോ, നമുക്ക് അതുകൂടി ഇനിയും കാണാം. അതുപോലെ 6 വയസ്സായ കുട്ടികൾ പബ്ലിക്കിൽ ഇറങ്ങി ധർണ നടത്തും. ഭാര്യയാകാനുള്ള ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് സംഘടനകൾ രൂപീകരിക്കപ്പെടും. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഹാജിമാർ ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുമെന്ന്? താത്താമാർ ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഹിജാബ് ഇട്ട് താത്താമാര് പബ്ലിക്കായിട്ട് പോയിട്ട് കള്ളു കുടിക്കുക. 2-3 ദിവസമായിട്ട് എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ അടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ ഇല്ല എൻ്റെ ഉള്ളത്. 3-4 സ്ത്രീകള് തട്ടമിട്ടിട്ട് കള്ള് ഷാപ്പിൽ ചെന്ന് പബ്ലിക്കായിട്ട് കള്ളു കുടിക്കുക. നിങ്ങൾ ഒളിച്ചു ചെയ്യുന്നു, അവർ പരസ്യമായി ചെയ്യുന്നു. അതാ പറഞ്ഞു, ഇനി നാളെ വ്യഭിചാരശാലകളിൽ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ടോക്കൺ എടുത്തിട്ട് ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാം. നോക്കി